സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനല്ല, എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഓക്കെ, 7 മണിക്ക് മുൻപേ ആള് വീട്ടിലെത്തിയില്ല എങ്കിൽ ഈ വീഡിയോ ഓട്ടോമാറ്റിക് അപ്ലോഡ് ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അതിജീവിതയെ അല്ലെങ്കിൽ ഇരയെ അപമാനിച്ചു എന്ന ഒരു കേസാണ് ഇവർക്ക് നേരെയുള്ളത്. സന്ദീപ് ജി വാര്യർക്കുമെതിരെ കേസുണ്ട്. അതേപോലെ 2 സ്ത്രീകൾ, പേര് പറഞ്ഞിട്ടില്ല, അവർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ആർക്ക് വേണ്ടിയും ആരും സംസാരിക്കാൻ പാടില്ല എന്നുള്ള വല്ല നിയമവും ഉണ്ടോ? ഇവിടെ മാധ്യമങ്ങളാണോ കോടതിയായിട്ട് പ്രവർത്തിക്കേണ്ടത്? ഇവിടെ മാധ്യമങ്ങളാണോ വിധി നിശ്ചയിക്കേണ്ടത്? ഇവിടെ മാധ്യമങ്ങളുടെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്, മാധ്യമങ്ങളാണ് രാഹുൽ ഈശ്വറിനെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയുള്ള ചർച്ചകളിലേക്ക് വിളിക്കുന്നത്. എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് നേരെ ഇത്തരം രീതിയിലുള്ള കേസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല? ആ മാധ്യമം വഴിയാണല്ലോ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളോ പറയാത്തത്? അപ്പൊ എല്ലാവർക്കും അറിയാം ഇത് എന്തിനാണ് നടക്കുന്നത് എന്നൊക്കെ. കണ്ണിൽ പൊടിയിട എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് പോലീസുകാർ, സൈബർ സെല്ലാണെന്ന് പറയുന്നത്, പോലീസുകാർ വരുന്നു, ആളുടെ കയ്യിലുള്ള ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ന്യൂസ് ചാനലുകൾ അത് കൊണ്ടാടുന്നുണ്ട്. പക്ഷേ ഈ ന്യൂസ് ചാനലുകളിലുള്ള ആളുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഉളുപ്പില്ല എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ഒരു അറസ്റ്റ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായത് ഇവിടെയുള്ള മാധ്യമങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴാണല്ലോ വായിൽ നിന്ന് വരുന്നത്. അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ആള് വീഡിയോസ് ചെയ്യും, എന്തായാലും വീഡിയോസ് ചെയ്യും. പക്ഷെ ആ വീഡിയോസിലൊന്നും ഒരിക്കലും ഇരയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് വന്നപ്പോൾ അദ്ദേഹം എടുത്ത വീഡിയോ ഒന്ന് കാണണം. ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. ഇന്ന് അടപ്പാ, ഇന്ന്. സാർ ഹലോ, ഞാൻ എന്തായാലും പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം പറഞ്ഞ ടൈമിൽ വീഡിയോ അപ്ലോഡ് ആയത്. കുറച്ച് തെളിവുകൾ നിരത്തി സംസാരിച്ചു എന്ന കാരണം കൊണ്ടാണ് ആൾക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു സൈബർ സെൽ കേസ് എടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ അടുത്തേക്ക് കുറച്ച് മാധ്യമങ്ങൾ കയറി വന്നുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിക്കൊണ്ടാണ് എന്ന് ചോദിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ മറുപടി കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടും. ചോദിക്കാൻ വന്നവരൊക്കെ വായ അടച്ച് മിണ്ടാതിരിക്കേണ്ട അവസ്ഥയാണ്. ഒന്ന് കാണാം. നാളെ ഞങ്ങൾക്കും 2 ആൺകുട്ടികളാണ്. അപ്പം പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത് എത്ര കൂളായിട്ടാണ് പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത്. ശരിക്കും പീഡനത്തിന് ഇരയായോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അത് സ്ഥാപിച്ചെടുക്കും? അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ. അപ്പൊ ഇതിനു വേണ്ടി സംസാരിക്കാൻ ആളുകൾ വേണ്ട. ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം നിങ്ങൾ എല്ലാവരും പുരുഷന്മാരല്ലേ. അപ്പം എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക? പെൺകുട്ടി പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കും. ഞാൻ ഒരു പെൺകുട്ടിയല്ലേ. ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം. കാരണം യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. അവരുടെ പരാതികൾക്ക് ഒരു കാമ്പില്ലാതാവുകയാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ വരുമ്പോൾ. ഓക്കെ, കറക്റ്റ് പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ പുലി എന്നൊരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. കുറെ കാലം പുലി വരുന്നേ എന്ന് പറഞ്ഞ അവസാനം ആളുകൾക്ക് പുലി വന്നാലും അത് വെറുതെ പറയാന്നുള്ള ഒരു ധാരണ വരുന്നുള്ളതാണ് അല്ലെ. ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടി കൊടുത്ത പല എവിഡൻസിനും എതിരായിട്ടുള്ള, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും രാഹുൽ ഈശ്വർ പൊളിച്ചടക്കി. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള മാധ്യമങ്ങളിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ല, 7 മണിക്ക് 8 മണിക്ക് എനിക്ക് ഇതേപോലെ മീറ്റിംഗ് ഉണ്ട് എന്നുള്ളത്, ചർച്ചയുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവർക്കെതിരെ ഒന്നും ആരൊന്നും മിണ്ടരുത് കേട്ടോ. ഇവർ കറക്റ്റ് പോയിന്റാ പറഞ്ഞത്. സ്ത്രീകൾക്കും സംസാരിക്കാൻ ആള് വേണം, പുരുഷന്മാർക്കും സംസാരിക്കാൻ ആള് വേണം. അങ്ങനെയുള്ള ഒരാളെയാണ് ഇപ്പോൾ ജയിലിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയത്.
ഇതിൽ കേവലം വ്യാജ ആരോപണങ്ങൾ മാത്രമല്ല, പെൺകുട്ടിയും രാഹുലുമായി സംസാരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ, അതായത് ശബ്ദ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുണ്ട്. അത് വെച്ച് തെളിവുകളാണ് ഇതിനകത്ത് ആദ്യം പുറത്തു വരുന്നത്. എങ്ങനെയാണ് ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇപ്പോഴും തള്ളിപ്പറയാൻ കഴിയുന്നത്? അല്ല, പെൺകുട്ടിനെ ഒരിക്കലും തള്ളിപ്പറയല്ല. ആ കുട്ടി വ്യാജ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടിയെ തള്ളിപ്പറയുകയാണ്. അല്ല, ആ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമല്ലാത്ത കാര്യങ്ങൾ ആ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തെളിവ് സഹിതം രാഹുൽചേട്ടന്റെ പോസ്റ്റിൽ തന്നെ ഉണ്ട്. വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. ഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് അതിൽ ഇടപെട്ട് ആ പെൺകുട്ടിയെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്ന നിലയിലേക്ക് ഒരു അപ്പൊ പിന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തി പറയാൻ കഴിയുക? പോയിന്റ് ഇതാണ് പോയിന്റ്. വെറുതെ ഇളിച്ചു പോയി ചോദ്യം ചോദിച്ചതല്ലേ, കിട്ടിയില്ലേ? എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങളാണ് ഇവിടെ ഈ ഒരു കോടതി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് എന്ത് അധികാരമുള്ളത്? ഇവിടെ നിങ്ങളാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പോലെ ഓരോ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇടനിലക്കാരനായി നിന്നിട്ട് ഓരോ സ്ഥലത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയും, നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ ചെയ്യുന്നത്. എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളത്? കോടതി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. കോടതിക്ക് മുൻപാകെ തെളിവുകൾ സമർപ്പിച്ചിട്ട് കോടതി എടുക്കണം തീരുമാനങ്ങൾ. കോടതിയാണ് വിധി പറയുക, അല്ലാതെ ഇവിടെയുള്ള മാധ്യമങ്ങളല്ല. ഇപ്പൊ ഈ ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അവിടെ കുരുക്കാൻ ശ്രമിക്കുകയാണ്. ഈ വാർത്ത ചെയ്ത ആളുകൾക്കെതിരെ ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ത്രീക്കെതിരെ ഒക്കെ എന്തുണ്ടാവുക, ഭാവിയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. കൊള്ളാം, അടിപൊളി. വ്യാജ ആരോപണമാണോ എന്ത് ആരോപണമാണെന്ന് കോടതി തന്നെ തെളിയിക്കട്ടെ. ആരോപണം വരുമ്പോഴേക്കും കുറ്റക്കാരനാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക? ആ രീതിയിൽ ഇപ്പോ സ്ത്രീയുടെ മുഖം കാണിക്കില്ല, അവര് ഇരയാണ് എന്നൊരു കാരണം കൊണ്ട് നമ്മൾ അതിനെ മാനിക്കുന്നു. പകരം കേസ് തെളിയുന്നത് വരെ എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോയും പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത്? പുരുഷനൊരു വിലയില്ലേ? നാളെ എങ്ങാനും കേസ് വിധി വന്നു രാഹുൽ കുറ്റക്കാരനല്ലാന്ന് തെളിയുകയാണെങ്കിൽ എന്താവും അവസ്ഥ? അയാളോട് നിങ്ങൾ വല്ല മാപ്പും പറയുമോ? നിങ്ങൾ തിരുത്തുവോ? ഒന്നും സംഭവിക്കില്ല. പിന്നെ വെറുതെ ആവശ്യമില്ലാതെ കിടന്ന് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. ഈ മാധ്യമങ്ങളെ കൊണ്ട് തോറ്റുപോയിട. പണ്ടൊരു ദൂരദർശൻ ഉണ്ടായിരുന്നു, അതായിരുന്നു നല്ലത്. കൃത്യമായ എവിഡൻസ് മാധ്യമങ്ങൾ പുറത്തുവിട്ട് അപ്പൊ അതുപോലെ തന്നെ എവിഡൻസ് ഈ പെൺകുട്ടി പറയുന്നത് കള്ളമാണെന്നുള്ളത് രാഹുൽചേട്ടൻ തന്നെ പറയുന്നില്ലേ പോസ്റ്റില്? കൃത്യമായ എവിഡൻസ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെന്നുള്ളത് മാധ്യമങ്ങൾ ഇത് പുറത്തുവിടേണ്ട കാര്യങ്ങളാണോ? കോടതിയിൽ നടക്കേണ്ട ഒരു വിഷയം നിങ്ങൾ ഇതിനെ പുറത്തുവിടുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഉള്ള പരിപാടിയല്ലേ? രാഹുൽ ഈശ്വറും കൃത്യമായ എവിഡൻസ് അല്ലേ പുറത്തുവിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതൊരു വിഷയമല്ലേ? രാഹുൽ ഈശ്വറിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ പോയി സംസാരിക്കേണ്ട വിഷയം അതാണ്. പക്ഷെ അവിടെ ചോദിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കൊള്ളാം, അടിപൊളി. ഇതിൽ ഇത്രയേ ഉള്ളൂ, ഒരു കാര്യമേ പറയാനുള്ളൂ. പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടതാണ്, നീതി കിട്ടണം. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആണെങ്കിലും നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ശബ്ദം പൊങ്ങുന്നില്ല? നാളെ ആർക്ക് എതിരെ വേണമെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരാലോ, അന്നും സംസാരിക്കും. ഇപ്പം പെൺകുട്ടികൾ മീ ടു പറയുന്നുണ്ട്, അതേപോലെ തന്നെ മെൻ ടു വേണ്ടേ, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? അപ്പം അത്രേ ഉള്ളൂ. എന്താണോ സത്യം അതിനോടൊപ്പം നിൽക്കുക. അതന്നെ ഞങ്ങളുടെ നിലപാട്, സത്യത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. സത്യം അറിയുന്നതിന് മുന്നേ തന്നെ ഓരോ ഓഫീസ് ചവിട്ടിപ്പൊളിക്കുക, പിന്നെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, വൃത്തികേടുകൾ പറയുക, മാധ്യമങ്ങളുടെ ഭാഗത്ത് നടത്തുന്ന ചർച്ച അത് കണ്ടില്ലേ? ആ ചർച്ചയുടെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇഷ്ടം പോലെ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരൊക്കെ ലൈംഗിക ആരോപണത്തിൽ വിധേയമായിട്ട് പോയ ആളുകളുണ്ട്. ഇവരൊക്കെ ആണുങ്ങളെ മാത്രം നിങ്ങൾ എല്ലാവരും അങ്ങ് തേച്ചോട്ടിക്കും. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ രാജ്യം സ്ത്രീകൾ അത്രമാത്രം സുരക്ഷ കൊടുക്കുന്ന രാജ്യമാണെന്ന കാര്യം നമുക്ക് അറിയാം. പക്ഷേ ഇത് വ്യാജമാണോ എന്ന് അറിയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ തെളിയിക്കാൻ നടക്കുന്നത്, കോടതി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതൊക്കെ തെളിയട്ടെ. തെളിഞ്ഞതിന് ശേഷമാണ് അയാളുടെ പേരോ ഫോട്ടോയോ പുറത്തുവിടാൻ പാടുള്ളൂ. ഇത് ഊള പരിപാടിയായി. ഇതാണ് പുരുഷ കമ്മീഷനൊക്കെ അവിടെ വേണമെന്ന് പറയുന്നതിന് ഒരു അർത്ഥം ഉണ്ട് എന്ന് പറയുന്നേ. ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും താങ്കളൊരു സ്ത്രീ ആയിട്ട് കൂടി താങ്കൾ പുരുഷന്മാരുടെ കൂടെയാണ് നിൽക്കുന്നത്. ആ സ്ത്രീയുടെ അല്ല, അങ്ങനെയല്ല, അത് തെറ്റാണ് പറയുന്നത്. ഞാൻ സത്യം ആരുടെ ഒപ്പമാണോ അവരോടൊപ്പമാണ് നിൽക്കുന്നത്. കാരണം ആരാണോ ഇവിടെ സത്യത്തിൽ ഞാൻ സ്ത്രീകളോടൊപ്പമാണ് നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതികൾക്ക് അതിന് ഫോക്കസ് ഇല്ലാണ്ട് വരുവാണ്. കാരണം ഇത്തരത്തിലുള്ള ഹൈ പ്രൊഫൈൽ കേസസും ഇതിനകത്ത് കുറെ കളവും ഒക്കെ ചേർത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് പരാതികൾ വരുമ്പോൾ നാളെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു മീഡിയയുടെ അടുത്ത് വന്ന് സംസാരിക്കും, നമ്മൾ വിചാരിക്കാം അടുത്ത അതുപോലത്തെ കേസ് വന്നു എന്നൊരു രീതിയിൽ അത് കാണും. അതിന് സഹായം കിട്ടാതെ ആവും. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതുപോലെ ഒരു സ്വരം ആവശ്യമാണ്. ഇവർ സ്ത്രീകൾക്കെതിരെ അല്ല നിന്നിട്ടുള്ളത്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ നിന്നിട്ടുള്ള ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇത് സത്യമാണോ എന്നുള്ള കാര്യം തെളിയിക്കേണ്ടത് കോടതിയാണ്. അതിന് മുന്നേ ഈ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഈ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളൊന്നും ചോർത്തി കൊടുക്കേണ്ട കാര്യം ആർക്കും ഇല്ല. കോടതിയിൽ നേരിട്ട് സമർപ്പിക്കുക, കോടതി എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഇപ്പൊ എത്രയെത്ര കേസുകൾ, ഇപ്പൊ ആരും അറിയപ്പെടാത്ത ഒരുപാട് ആളുകളുടെ കേസുകളൊക്കെ കോടതിയിൽ നടക്കുന്നുണ്ട്, ആരും അറിയുന്നില്ല. അത് കൃത്യമായ രീതിയിൽ തന്നെ അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ നടക്കുന്നു. ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടുന്നു, രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെടുന്നു, നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആയതുകൊണ്ട് തന്നെ
ആളെ പരമാവധി കരിവാരി തേക്കാൻ കിട്ടുന്ന അവസരങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആളുകളുണ്ട്, മാധ്യമത്തിന്റെ അധർമ്മം നടത്തുന്ന ആളുകളുണ്ട്, ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. അപ്പൊ ശക്തമായിട്ട് ആരെങ്കിലും ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ വായ മൂടിക്കെട്ടി കൊണ്ടുപോയാണ്ട് ഇട്ട് തന്നെ ജയിലിനകത്തില്ലേ. കൊള്ളാം, അടിപൊളി. പക്ഷെ മറ്റ് നേരത്തെ വന്നിട്ടുള്ള ആരോപണങ്ങൾ പോലെ ഇത് കേവലം ഒരു ഓറൽ ആയിട്ടുള്ള ഒരു ആരോപണം മാത്രമല്ല, ഇതിൽ പരാതി പോലും വരുന്നതിന് മുൻപ് വളരെ കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നത്. എങ്ങനെയാണ് നമുക്കതൊരു ആരോപണം മാത്രമായി കാണാൻ കഴിയും? അല്ല, അത് തെളിവുകൾ പുറത്ത് വന്നിട്ട് പിന്നെ അതിന് അഗേൻസ്റ്റ് ആയിട്ട് ആ ഒരു അന്വേഷണം എല്ലാം അവസാനിച്ച് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചോ? ഇല്ലല്ലോ. എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു സൈഡിലെ എവിഡൻസ് മാത്രം കണ്ടുകൊണ്ട് ഒരു സൈഡ്, അത് നിങ്ങളുടെ ആദ്യം തെറ്റല്ല. നമ്മുടെ സമൂഹം ഇസ് വയേർഡ് ആ രീതിയിൽ. അതായത് സ്ത്രീ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീ ഹെൽപ്ലെസ് ആണ്, സ്ത്രീ പറയുന്നത് സത്യമായിരിക്കും എന്ന് വിശ്വസിക്കുക, അത് ശരിയാണ്. പല സ്ത്രീകളും പറയുന്നത് സത്യം തന്നെയാണ്, ആ സ്ത്രീകളോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പുരുഷന്മാരുടെ വേദനയും അവര് മനുഷ്യരല്ലേ, അതിനെ നമ്മൾ അത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ എനിക്ക് 2 ആൺകുട്ടികൾ വളർന്നു വരുന്നത് കൊണ്ട് കൂടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് ഒരിക്കലും പറയരുത്. എനിക്ക് സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികൾക്ക് ഇതിന്റെ സത്യം എന്താണെന്ന് നമ്മൾ അറിയണം. അത് പുരുഷന്മാരാണ് അവിടെ ഇന്നസെന്റ് ആയിട്ടുള്ളത്, പുരുഷന്മാരാണെങ്കിൽ അവരോടൊപ്പം തന്നെ നിൽക്കുക. അടിപൊളി, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സംസാരിക്കണല്ലോ, ഇങ്ങനെ സംസാരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഉള്ള പരിപാടിയല്ലേ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അല്ലേ. അയാൾ പേര് പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇര കൊടുക്കുന്ന ആ ഒരു തെളിവുകൾ മാത്രം തെളിവുകളും, മറ്റുള്ള ആളുകൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൃത്യമായ തെളിവ് വെക്കുമ്പോൾ അതൊന്നും തെളിവല്ല എന്ന് പറയുന്നത് അത് മാധ്യമങ്ങളുടെ ഒരു പൊറോട്ട് നാടകമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവർക്കൊന്നും വേണ്ട. ഇവിടെ എന്ത് സംഭവിച്ചാലും വിഷയമുള്ളതല്ല അവർക്ക് വേണ്ടത് മാധ്യമത്തിന് റേറ്റിംഗ് കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അവരെ ഓരോന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. ഈ വിഷയം കഴിഞ്ഞാൽ അടുത്ത വിഷയത്തിലേക്കും. ഇപ്പൊ സ്വർണ്ണക്കടത്തും കാര്യങ്ങളൊക്കെ നിർത്തി നേരെ ഈ ഒരു വിഷയമാണ്. ഇതാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത്. ഈ കൽസിതം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഓടി വന്നിട്ട് അതിലേക്ക് അങ്ങ് മൂടിപ്പിടിച്ചങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് എന്നുള്ളതാണ്. അതൊക്കെ ഒരു ഊളപ്പരിപാടി എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ ഈശ്വർ കൃത്യമായ ഭാഗത്ത് തന്നെയാണ് നിന്നത് ഞാൻ വിശ്വസിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. അതിന് മുന്നേ മാധ്യമ വിചാരണ നടത്തിയിട്ട് മാധ്യമങ്ങൾ അയാളെ തൂക്കി കൊല്ലാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരെ. നമുക്കെതിരെയൊക്കെ വല്ല ആളുകളും ചിലപ്പോൾ ഫേക്ക് കേസ് കൊടുക്കാനൊക്കെ സാധ്യതകളുണ്ട്. ആ സമയത്ത് ആരും നമ്മുടെ കൂടെ നിൽക്കില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ പല കേസുകളിലും സ്ത്രീകൾ ജെന്യുവിനായി കൊടുക്കുന്ന കേസുകൾ പോലും പല ആളുകളും പല നുണകളും പറഞ്ഞു കൊടുക്കുന്ന കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാതെ അവരെ ക്രൂശിക്കുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ അതിന് കോടതിയാണ് ഒരു ശിക്ഷ വിധിക്കേണ്ടത്, ഇവിടെയുള്ള മാധ്യമങ്ങളല്ല. അതേപോലെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആളുകളുമല്ല. അങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ, പല വിവിധ പാർട്ടിയിൽ പ്രവർത്തകരായ ആളുകളുണ്ടല്ലോ, അവർ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തൽ നടത്തി നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്നുള്ളത്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ യോഗ്യതയുള്ള ആളുകൾ നമ്മളെ പോലെയുള്ള കുറച്ച് ആളുകൾ മാത്രമാണെന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ പരിതാപകരാണ്. എന്തായാലും നല്ല നട്ടലുള്ള മറുപടി തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ കൊടുത്തത്. അങ്ങോട്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. എന്തായാലും രാഹുൽ ഈശ്വർ ജാമ്യം കിട്ടി വരട്ടെ. ഇനി FIR എന്താണെന്നും നമുക്കറിയില്ല. അയാൾ വരട്ടെ, എന്നിട്ട് ബാക്കി നമുക്കറിയാം. അപ്പൊ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പ്രപ്പാൾ സൈനിങ് ഓഫ്.